മാസം 1-ാം തീയതിക്ക് ശേഷം ഹെഡ് ഓഫ് അക്കൗണ്ട് ഇനീഷ്യലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് സ്പാർക്കിൽ നിന്നും മേക്ക് ബില്ല് ചെയ്യാനോ ഇ ബില്ല് ചെയ്യാനോ കഴിയുകയുള്ളൂ. അത് ചെയ്യുന്നതിന് വേണ്ടി സ്പാർക്ക് തുറന്ന് അക്കൗണ്ട്സ് എന്ന മെനു ഓപ്പൺ ചെയ്ത് അതിന്റെ ആദ്യ മെനുവായ ഇനീഷ്യലൈസേഷൻ തുറന്ന് അതിന്റെ ഉപമെനു വരുന്നതിലെ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കടന്നു വരുന്ന പേജിൽ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, BDO കോഡ് എന്നിവ സെലക്ട് ചെയ്തതിനു ശേഷം ഫിനാൻഷ്യൽ ഇയർ 2024-25 എന്ന് ഡിഫോൾട്ടായിട്ട് കാണുന്നുണ്ടാവും. വരുന്നില്ലെങ്കിൽ 2024 എന്നുള്ളത് അടിച്ചു കൊടുക്കുക. 2025 ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിന് നേരെ കാണുന്ന ഗെറ്റ് ഹെഡ്വൈസ് അലോക്കേഷൻ ഫ്രം ട്രഷറി എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിലവിൽ സ്കൂളിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടുകളെല്ലാം തന്നെ അവിടെ മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്രകാരം ഹെഡ് ഓഫ് അക്കൗണ്ട് ഇനീഷ്യലൈസ് ചെയ്തതിനു ശേഷം ഏപ്രിൽ മാസത്തെ ബില്ലുകളും മറ്റും പ്രോസസ് ചെയ്യുക. ഏതെങ്കിലും ഹെഡ് ഇല്ലെങ്കിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം വരെ ഡെയിലി വേജ് ഒന്നും ഇല്ലാത്ത ഒരു സ്കൂളാണെങ്കിൽ ഈ വർഷം ഡെയിലി വേജിന് നിയമനം വരും എന്നുണ്ടെങ്കിൽ ആ നിയമനം നടന്നതിന് ശേഷം ഡെയിലി വേജിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി DDക്ക് AEO വഴി അപ്ലൈ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഹെഡ് നമുക്ക് ആവശ്യമുള്ളതില്ല എങ്കിൽ അവിടെ നമ്മൾ AEO ത്രൂ DDക്ക് കത്ത് നൽകി ആ ഹെഡ് മാപ്പ് ചെയ്യിപ്പിക്കുന്നതിന് ശ്രമിക്കുക.